രാത്രിയായാലും കുറച്ച് കഴിയുമ്പോൾ രാവിലെ ആവുമായിരിക്കും. പേടിക്കാതെ പോവാം. ഞാൻ പോവാട്ടോ. ഇനി നമ്മൾ കാണത്തില്ല. ടാറ്റാ. നീ വിഷമിക്കണ്ട കേട്ടോ വീട്. ബൈ ബൈ. സത്യയുടെ വീട്ടിലേക്ക് ഏത് വഴിയാണോ പോകുന്നത്? അമ്മേ, എന്താടാ? അമ്മ പപ്പിയും കൂടെ കാണാനില്ല. കാണാനില്ലെന്നോ? എല്ലായിടത്തും ശരിക്കും നോക്കിയോ? തിരയാൻ ഇനി സ്ഥലമൊന്നുമില്ല. അയ്യോ, നീ വന്നേ. അമ്മേ, നമ്മുടെ പപ്പി പപ്പ എങ്ങോട്ടും പോയിട്ടില്ല രാഘവേട്ട. പോയാൽ തന്നെ നമ്മൾ കണ്ടുപിടിച്ചിരിക്കും. എട്ടും പൊട്ടും തിരിയാത്ത കൊച്ചു കുഞ്ഞവള്. അവളുടെ കാര്യങ്ങൾ നീ ശ്രദ്ധിക്കേണ്ടിയിരുന്നത്. ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നു സത്യമ്മ. പെട്ടെന്നൊരു നിമിഷം അവളെ അങ്ങ് കാണാതായി. ആ സുസ്മിതയുടെ വാക്കുകൾ കുഞ്ഞിന്റെ മനസ്സിനെ പൊള്ളിച്ചിട്ടുണ്ടാവും. ശരിയാച്ചാ, പപ്പി ആരോടോ പിണങ്ങിയ പോലെയായിരുന്നു. എന്നോടും വേണ്ടിയിട്ട് കുറെ നേരമായി. ഒരു നിമിഷം വൈകണ്ട, ഇപ്പൊ തന്നെ തിരക്കി ഇറങ്ങുക. വിഷ്ണു, നീ ജീപ്പ് എടുക്ക. ചെമ്പരത്തിമൂട് ഭാഗത്തേക്ക് നീ അന്വേഷിക്കേ. ഞാനും രോഹിത്തും കൂടി പള്ളിക്കര ഭാഗത്ത് നോക്കാം. അധിക ദൂരം നമ്മള് പോയിട്ടുണ്ടാവില്ല. രോഹിത്തെ, നീ കാറെടുക്ക. മോനെ വേഗം. പെട്ടെന്ന്. രോഹിത്തെ, എനിക്ക് പേടിക്കണ്ട, പപ്പിയും കൊണ്ട് തിരിച്ചു വരൂ. ഈശ്വര, എന്റെ മോള്. എങ്ങോട്ടാണോ പോയത്?
നടന്ന് ക്ഷീണിച്ചല്ലോ. നല്ല പേടിയും തോന്നുന്നുണ്ട്. അയ്യോ, നീ ഇതുവരെ ഉറങ്ങിയില്ല മോളെ? ഉറക്കം വരുന്നില്ല അമ്മ. അമ്മ എന്താ ഉറങ്ങാത്ത? ഞാനൊരുറക്കം കഴിഞ്ഞു. ഹാളില് വെളിച്ചം കണ്ടു വന്നത്. സമയം കുറെ ആയില്ല മോളെ. കിടന്നിട്ട് ഒരുപോലെ കണ്ണടയ്ക്കാനൊന്നല്ല, കിടക്കാൻ പോലും പറ്റുന്നില്ല. വളരെ അടുപ്പമുള്ള ആർക്കോ എന്തോ ആപത്ത് വരാൻ പോകുന്ന പോലെ. ചിലപ്പോ നീ ശ്യാമയുടെ കാര്യം ആലോചിച്ച് കാട് കയറിയതുകൊണ്ടാവും. ശ്യാമ അല്ല അമ്മ പ്രശ്നം. അമ്മ പപ്പി. ശ്യാമ. ശ്യാമേ? ശ്യാമേ, കുഞ്ഞേച്ചി. എന്താടി, അവൾക്ക് എന്ത് പറ്റി? കുഞ്ഞേച്ചിയുടെ വാക്ക് ഞാൻ കേട്ടില്ല. എന്റെ ആശങ്കയും സങ്കടമൊക്കെ പറയുന്നത് അവള് കേട്ട് കാണും. അവളെ കാണാനില്ല കുഞ്ഞേച്ചി. എങ്ങോട്ട് ഇറങ്ങിപ്പോയി. നീ ഇപ്പൊ അതിന് കരഞ്ഞിട്ടെന്താ? കുഞ്ഞേച്ചി, നിന്റെ മോളെ നിന്റെ കൺമുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കും. നല്ലതേ നടക്കും. നിന്റെ കുഞ്ഞേച്ചിയാ പറയുന്ന. കുഞ്ഞേച്ചി വെച്ചോ. കുഞ്ഞേച്ചി. എന്തടി? പറയാം. ഭഗവാനെ, ഇതിപ്പോ പിന്നെയും പിന്നെ രാത്രി ആവുകയാണല്ലോ. എനിക്ക് പേടിയാവുക. ഇവിടെ തന്നെ ഇരിക്കാം. ഇനി അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാ വലിയ ഇരുട്ടാവും. കുറച്ചു നേരം കൂടി ഇവിടെ ഇരിക്കാം. കാലിനൊക്കെ നല്ല വേദന. ഇനിയിപ്പോ എന്താ മോളെ ചെയ്യാ? ഒന്നും സംഭവിക്കില്ല അമ്മ. എന്റെ കുഞ്ഞിനെ ഞാൻ തന്നെ മടക്കി കൊണ്ടുവരും. ഈശ്വര. അമ്മേ, ആരെ അമ്മേ അമ്മ രക്ഷിച്ചോണ്ട് വരാൻ പോകുന്നത്? അത് മോളെ, അമ്മേ വലിയ ഓഫീസറല്ലേ. ആർക്കെങ്കിലും അപകടം ഉണ്ടായാൽ രക്ഷിക്കാൻ മുന്നിൽ നിൽക്കുന്നത് അമ്മയല്ലേ. അഴുക്ക് ചാലിൽ വീണ്, മണ്ണിടിഞ്ഞ് പുഴയിൽ വീണ്, ഉരുൾപൊട്ടലിലൊക്കെ ആൾക്കാരെ കാണാതാവുമ്പോഴേ അമ്മയല്ലേ പോലീസിനെ കൂട്ടി അവരെ രക്ഷിക്കാൻ പോകുന്നത്. എന്നോട് എന്തിനാ കള്ളം പറയുന്നേ? ഞാൻ എല്ലാം കേട്ടു. ഇത് അമ്മയുടെ പേഴ്സണൽ കാര്യമല്ലേ, അമ്മയുടെ മോളുടെ കാര്യം. പറയമ്മേ, പപ്പി അമ്മയുടെ സ്വന്തം മോളാണോ?
പറയുന്നത് എനിക്കെല്ലാം മനസ്സിലായി. മോളെ ഇതിനു മുമ്പും അമ്മ പറഞ്ഞിട്ടുണ്ട് പപ്പി സ്വന്തം മോളെ പോലെയാണെന്ന്. അത് ശാരദാമ്മയും പറഞ്ഞിട്ടുണ്ട്. മുമ്പൊരിക്കൽ പപ്പിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോ ശാരദാമ്മ എത്രയാ പേടിച്ചത്. ഇതിന്റെ ഒന്നും അർത്ഥം എനിക്ക് മനസ്സിലാവില്ല എന്ന് കരുതിയോ? മോളെ അതമ്മ പിന്നീട് ഒരിക്കൽ വിശദമായിട്ട് പറഞ്ഞുതരാം. ഇപ്പോ പപ്പി ഒരു അപകടത്തിൽപ്പെട്ടിരിക്കാം. അവളെ പോയി രക്ഷിച്ചിട്ട് വരാം. പിന്നത്തേക്ക് നീക്കി വെക്കണ്ട അമ്മേ, എനിക്കെല്ലാം മനസ്സിലായി. എന്റെ ഫ്രണ്ട് ആയോണ്ടല്ലേ പപ്പി സ്വന്തം മോളെ പോലെയാണെന്ന് പറയുന്നത്. പപ്പിയുടെ വീട്ടിൽ ചെന്നപ്പോ അവളുടെ അമ്മയും പറഞ്ഞത് അന്യ വീടെ കരുതണ്ടെന്ന്. ഇവിടെ വന്നപ്പോ ശാരദാമ്മ അത് തന്നെ പറയുന്നു. എന്ന് വെച്ചാ മക്കളുടെ ഫ്രണ്ട്സ് അമ്മമാർക്ക് സ്വന്തം മക്കളെ പോലെയാണെന്ന്. അപ്പൊ അങ്ങനെ വരുമ്പോ ഞാനും പപ്പി സിസ്റ്റേഴ്സ്. ഞങ്ങളാവുമ്പോ ചിലപ്പോ ട്വിൻസ് ആവുമല്ലോ അമ്മേ. ഒരേ പ്രായമല്ലേ ഞങ്ങൾ രണ്ടും. മോൾ എന്തൊക്കെയാ പറയുന്നത്? ഞാനൊരു തമാശ പറഞ്ഞ ശാരദാമ്മേ. അമ്മേ, വേഗം പോയി പപ്പിയെ രക്ഷിച്ചിട്ട് വാ. എന്റെ സിസ്റ്റർ അല്ലേ പപ്പി, അവക്കൊരു ആപത്തും വരരുത്. മോളെ ചെല്ല്, സമയം വൈകും. അമ്മേ മോളെ ഡീ മോളെ, സത്യക്ക് എന്തെങ്കിലും സംശയം? ഇല്ലമ്മ, അമ്മ ഓവറായിട്ട് കരഞ്ഞും പരിഭ്രമിച്ചും സംശയമൊന്നും ഉണ്ടാക്കാതിരുന്നാ മതി. വായോ. ശാരദാമ്മ സങ്കടപ്പെടണ്ട കേട്ടോ, അമ്മ പപ്പിയെ കണ്ടുപിടിച്ചോണ്ട് വരും. എത്രയും പെട്ടെന്ന് ആക്ഷൻ എടുക്കണം. കുട്ടി അധിക ദൂരമൊന്നും പോയിട്ടില്ല. രാത്രി വീട്ടിൽ നിന്ന് ഇറങ്ങി പോയതാ. ഞങ്ങൾ നോക്കുന്നുണ്ട്, കിട്ടിയാലേ അറിയിക്കും. എന്ന് കരുതി അത് നോക്കിയിരിക്കരുത് പ്ലീസ്. പരമാവധി വേഗത്തിലെത്തണം. ശരി. എന്തു പറഞ്ഞു പോലീസുകാര്? ഉറക്കം മുറിഞ്ഞതിന്റെ നീരസവന്മാർക്ക്. അതാ എനിക്ക് മനസ്സിലാവും. സ്റ്റേഷനിലേക്കല്ലേ വിളിച്ചത്? നൈറ്റ് ഡ്യൂട്ടി ഉള്ളവർക്ക് എന്തൊന്ന് ഉറക്കം? അവരായിരിക്കുമല്ലോ മറ്റുള്ളവരെക്കാളും ഉറങ്ങുന്നത്. കഷ്ടകാലം എന്നല്ലാതെ എന്തു പറയാനാ? ഈ കുട്ടി ഇത് എവിടെ പോയതാ? ഒന്നും അറിയില്ലല്ലോ സത്യമേ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നോക്കി നോക്കി പോണേടാ, എവിടെയെങ്കിലും ഇരിപ്പുണ്ടോന്ന്. ഞാൻ നോക്കുന്നുണ്ട്.
നോക്കണേ. ഞാൻ നോക്കുന്നുണ്ട് മോളെ. രമേട്ട, അതെ, ആളെ അറിയാലോ അല്ലേ? അറിയാം മോളെ. രമേട്ട, ആ പറഞ്ഞോ മോളെ. അതെ, നമുക്ക് ആ ബണ്ട് റോഡ് വഴി ഒന്ന് പോയാലോ? അത് ട്രാഫിക് കുറവുള്ള വഴിയാ. അതുവഴി വേറെ ആരും അന്വേഷിച്ച് പോയിട്ടുണ്ടാവില്ല. ശരി മോളെ. അല്ല, என்ன ஐயா இது தூங்க விட மாட்டியா? ஓ விஷ்ணு ஐயாவா? என்ன பிரச்சனை? ഒരു കുട്ടി ഇതുവഴി വന്നോ? குழந்தையா? பார்த்ததே இல்லை. നിജമാ? நிஜம் ஐயா. குழந்தையா? ஆ നിർത്ത് 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 നിർത്തിക്കേ രോഹിത്. അവിടെ എന്താ സത്യമേ? അങ്ങോട്ടെടുത്തേ. ഏ നീ വണ്ടി പുറകോട്ടെടുക്ക്. എന്താ? ഡാ, ആ വശത്ത് ഇരുട്ടിൽ ആരും ഇരിക്കുന്ന പോലെ ഉണ്ട്. നീ വണ്ടി അങ്ങോട്ട് എടുക്കടാ. ഒന്ന് പറയുന്നൊന്ന് കേക്ക്. നിർത്തിക്ക് നിർത്തിക്ക്. ഏ അതെ, അതെന്താ? എവിടെ? അയ്യോ, അതെന്തോ ചാക്കേട്ടാണല്ലോ. പെട്ടെന്ന് ഞാൻ കണ്ടപ്പോ ഞാനോർത്തു പപ്പിമോള് പേടിച്ച് പതുങ്ങിയിരിക്കുകയാണെന്ന്. നീ വണ്ടി എടുക്ക. ഒന്ന് എടുക്കടാ വേഗം.